നവീകരണം പൂർത്തിയാക്കിയ തൃശൂർ പുരാവസ്തു മ്യൂസിയം നാടിന് സമർപ്പിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ തീമാറ്റിക് സങ്കല്പത്തിൽ 14 ഗാലറികളാണ് ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ കൊച്ചി രാജവംശത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലൊന്നായ വടക്കേച്ചിറ കോവിലകമാണ് ഇന്നത്തെ പുരാവസ്തു മ്യൂസിയം. വിവിധ കാലങ്ങളിലായി രാജവംശം ശേഖരിച്ച പുരാവസ്തുക്കൾ 1948 വരെ തൃശൂരിലെ ചിത്രശാലയിലെ ആർട്ട് ഗാലറിയിലാണ് സൂക്ഷിച്ചത്. പിന്നീട് ചെമ്പൂക്കാവ്, കൊല്ലങ്കോട് കോവിലകത്തേക്ക് മാറ്റി. ഇവയെല്ലാം ശേഖരിച്ച് ഇന്നത്തെ മ്യൂസിയം തുടങ്ങിയത് 2005-ൽ. ശക്തൻ തമ്പുരാൻ കൊട്ടാരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഈ മ്യൂസിയമാണ് നവീകരിച്ചത്. നവീകരിച്ച മ്യൂസിയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, പുരാവസ്തു ഡയറക്ടർ ഇ ദിനേശ് എന്നിവർ ചേർന്ന് നാടിന് സമർപ്പിച്ചു. ഒരുപക്ഷെ ഭാരതത്തിലാകമാനം നടക്കുന്ന ഇത്തരം ഉയർത്തെഴുന്നേൽപ്പുകൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിന് ആ അനുഗ്രഹം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു എന്നത് എൻ്റെ ഈ മേഖലയിലുള്ള ജീവിതത്തിന് വലിയ ഒരു തിളക്കമാണ് ചാർത്തിത്തരുന്നത്. വിവിധ സംസ്കാരങ്ങളുടെ അടയാളമായ ഹാരപ്പ, കർണൂൽ, അരിക്കമേട്, ഗാന്ധാര, ചേരമാൻ പറമ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച പുരാവസ്തു ശേഖരങ്ങളാണ് മ്യൂസിയത്തിന്റെ വലിയ പ്രത്യേകത. ഇതുകൂടാതെ 14 തീമാറ്റിക് ഗാലറികളിലായി 1000-ലധികം അമൂല്യ വസ്തുക്കളും പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരിങ്കൽ ശില്പങ്ങൾ, നാണയങ്ങൾ, ശിലാലിഖിതങ്ങൾ, ആഡംബര വസ്തുക്കൾ എന്നിവയും മ്യൂസിയത്തിലുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മ്യൂസിയം തുറന്നതോടെ ആദ്യ ദിനം തന്നെ നിരവധി പേർ സന്ദർശനത്തിനെത്തി. ദിവസേന രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം. 24 തൃശൂർ.